ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതാണ് പ്രതിസന്ധിയായത്. വിമാന കമ്പനി പകരം സംവിധാനം ഒരുക്കിയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഞങ്ങളൊരു 70 പേര് ലക്ഷദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗത്തി എയർപോർട്ടിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അലയൻസ് എയറിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ക്യാൻസൽ ആയിരിക്കുന്നതാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിൽ 50% കൂടുതൽ പ്രായമായ ആൾക്കാരാണ്. ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഷുഗർ പേഷ്യൻസ് ഉണ്ട്, പ്രഷർ പേഷ്യൻസ് ഉണ്ട്. ഫൈനൽ കൺഫർമേഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ മാനേജറാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നമ്മളെ വെറുതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പുള്ളിനെ ഉപദ്രവിക്കാൻ വേണ്ടി. എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ യാതൊരു വക ഫെസിലിറ്റീസും തരുന്നില്ല. എപ്പോൾ പോവും, എന്ന് പോവും ഒന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് അതോറിറ്റീസ് അടിയന്തരമായി ഇതിനെ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിതിൻ അംബുജൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പ്രതിസന്ധി പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഇപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോൾ യാത്രക്കാരുമായുള്ള ചർച്ച ഇപ്പോൾ വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഇന്നലെ രാവിലെ 10 തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ റദ്ദാക്കിയത്. സാങ്കേതിക തകരാറാണ് കാരണമെന്നായിരുന്നു നൽകിയ വിശദീകരണം. അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിക്ക് വീണ്ടും വിമാനം റീഷെഡ്യൂൾ ചെയ്തിരുന്നു. അപ്പോഴും യാത്രക്കാർ അത് പ്രതീക്ഷിച്ച് വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും പിന്നീട് വീണ്ടും വൈകിട്ട് 3:30 തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. പക്ഷേ 3:30 തന്നെ ആ വിമാനം റദ്ദാക്കുമെന്നാണ് വിമാന കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ വിമാനം റദ്ദാക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് താമസവും അതോടൊപ്പം തന്നെ ഭക്ഷണമൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ ഈ വിമാന അധികൃതരുടെ ഭാഗത്തും അത്തരമൊരു നടപടി ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഈ യാത്രക്കാർ ഏറെ വലഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 21-നാണ് ഏതാണ്ട് 50 പേരടങ്ങുന്ന സംഘം ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയത്. ഏജൻസി മുഖേനയാണ് പോയത്. അതിനുശേഷം പിന്നീട് ഇന്നലെയോടുകൂടി തന്നെ ആ ഏജൻസിയുടെ കാലാവധി കഴിഞ്ഞു. പിന്നീട് 21-ാം തീയതി പോയ സംഘം ഇന്നലെ രാവിലെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധി കാരണം ഇപ്പോഴും ഈ വിമാനത്താവളത്തിൽ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 4 തന്നെ വിമാനത്താവളം അടക്കുമെന്നായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ അറിയിച്ചത്. അതിന് മുന്നോടിയായി തന്നെ വിമാനത്താവളത്തിൽ പുറത്തേക്ക് പോകണം എന്നവരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് യാത്രക്കാരൊക്കെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുകയായിരുന്നു. എന്തായാലും കൊച്ചിയിൽ നിന്ന് പോയ സംഘവുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇപ്പോഴും വിമാനത്താവളത്തിൽ തന്നെ തുടരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. യാതൊരു തരത്തിലുള്ളൊരു അനുഭവപൂർവമായ സമീപനം ഈ വിമാന കമ്പനി അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്ന് താമസവും അതോടൊപ്പം തന്നെ ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രായമായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ വലിയൊരു ദുരിതത്തിലാണ്. 50ഓളം യാത്രക്കാരാണ് വിനോദസഞ്ചാരത്തിന് പോയവരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിന് അംബുജൻ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.